ഗൈസ്, 2025 ആൾക്കാർ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു സംഭവമാണ് ഇത്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. കാരണം അപ്ഡേറ്റ് എന്ന് കേട്ടാൽ തന്നെ ഇതാണ് അവസ്ഥ. പല കമ്പനീസും ഇപ്പോൾ 3, 4, 5, 6, 7 വർഷത്തെ അപ്ഡേറ്റ് വരെ പ്രോമിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ കമ്പനീസ് ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് ഈ ഒരു ലോങ് ടേം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പ്രോമിസ് ചെയ്യുക എന്നുള്ളത്. കാരണം എല്ലാ കമ്പനീസിനും ക്വാർട്ടർലി സെയിൽസ് എത്രയാണെന്നുള്ള റിപ്പോർട്ട് കാണിക്കണം. പക്ഷേ ഈ 3, 4, 5 വർഷമൊക്കെ കഴിഞ്ഞാൽ ഈ സ്മാർട്ട് ഫോണിന്റെ ഒക്കെ സ്പെയർ പാർട്ടുകൾ കിട്ടുമെന്ന് എന്തുറപ്പ് കമ്പനിക്ക് തരാൻ പറ്റും? അപ്പൊ എങ്ങനെ നമുക്ക് ആൾക്കാരെ കുറെ കാലം ഈ ഫോൺ നിൽക്കുമെന്ന് വിശ്വസിപ്പിച്ച് ഫോൺ മേടിപ്പിക്കാൻ പറ്റും എന്നാലോചിച്ചപ്പോൾ കമ്പനി മനസ്സിലാക്കിയ ഒരു സംഭവമാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഫോണിന് ഇത്ര കൊല്ലത്തെ അപ്ഡേറ്റ് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ഇത്രയും കൊല്ലം അപ്ഡേറ്റ് തരണമെങ്കിൽ ഇത്രയും കൊല്ലം എൻ്റെ ഫോണിനെ പറ്റി ആ കമ്പനി ചിന്തിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റിൽ ആൾക്കാർ ഫോൺ വാങ്ങിക്കും. പക്ഷേ ആസ് എ കൺസ്യൂമർ നിങ്ങൾ ലോജിക്കലി ചിന്തിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഒരു ഫോണിന് പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? പ്രൈമറി ആയിട്ടും ഫോണിന് ഡിസ്പ്ലേ, പിന്നെ സ്പീക്കർ ഉണ്ട്, ക്യാമറ ഉണ്ട്, ബാറ്ററി ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്, റാം ഉണ്ട്, ടൈപ്പ് സി പോർട്ട് ഉണ്ട്, മദർ ബോർഡ് ഉണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. ഡിസ്പ്ലേ ഇപ്പൊ എന്താ, LCD ഉണ്ട്, AMOLED ഉണ്ട്, OLED ഉണ്ട്. ഈ ഡിസ്പ്ലേ ഒക്കെ ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ OLED അല്ലെങ്കിൽ AMOLED ആണെങ്കിൽ അതിനകത്ത് ബേൺ ഇൻ എന്ന് പറഞ്ഞ സംഭവം വരും. പിന്നെ നമ്മൾ കാണുന്ന കളർ ഷിഫ്റ്റ് ആവുന്ന ഒരു പരിപാടി ഉണ്ട്. ഡിസ്പ്ലേ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഡിം ആവും, ഭയങ്കര സ്ക്രീൻ ടൈം ഉണ്ട്, ഫോൺ വല്ലാണ്ട് ഹീറ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോൺ താഴെ വീണ ഒരു ഫിസിക്കൽ ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ സ്ക്രീനിന് കേടുപാടുകൾ സംഭവിക്കും. ഇപ്പൊ LCD ഡിസ്പ്ലേ ആണെങ്കിൽ LCD ഡിസ്പ്ലേയിൽ ഒരു പിങ്ക് അല്ലെങ്കിൽ ഗ്രീൻ ടിന്റ് വരിക, ബാക്ക് ലൈറ്റ് അൺഈവൻ ആയിട്ടിരിക്കുക എന്നിങ്ങനെ. ബേസിക്കലി ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയുടെ ഏറ്റവും വലിയ കാലാവധി എന്ന് പറയുന്നത് 2-3 കൂടിപ്പോയ ഒരു 4 വർഷമാണ്. അതിനുള്ളിൽ ആ ഒരു ഡിസ്പ്ലേക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കും. കാരണം ഡിസ്പ്ലേക്കകത്തുള്ള കണക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മൈക്രോ കണക്ടേഴ്സ് ആണ്. ചെറിയൊരു ഹീറ്റിംഗ് വരുമ്പോൾ പോലും ആ കണക്ടേഴ്സിനൊക്കെ പ്രശ്നം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇനി രണ്ടാമത് സ്മാർട്ട് ഫോണിനകത്തുള്ള ബാറ്ററി. ഒരു ബാറ്ററിക്ക് ബാറ്ററി സൈക്കിൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതായത് 0 തൊട്ട് നിങ്ങൾ 100% വരെ ചാർജ് ചെയ്തു, എന്നിട്ട് 100 നിന്ന് തിരിച്ച് 0% വന്നു. അപ്പോൾ ഒരു ബാറ്ററി സൈക്കിൾ കംപ്ലീറ്റ് ആയി. അങ്ങനെ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററിക്ക് ശരിക്കും പറഞ്ഞാൽ 300 to 500 സൈക്കിളാണ് പറയുന്നത്. അതായത് 80% ബാറ്ററി ഹെൽത്തിന് മുകളിൽ വേണമെന്നാണല്ലോ. ഈ 300 to 500 സൈക്കിൾ കഴിയുമ്പോൾ ബാറ്ററി ഹെൽത്ത് 80% താഴെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന ബാറ്ററി ബാക്കപ്പിനെക്കാളും പകുതി ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിട്ടുള്ളൂ. ആൻഡ് ഇതിന്റെ കാലാവധി അവർ പറയുന്നത് ഏകദേശം 2 to 3 വർഷമാണ്. അപ്പോൾ 2-3 വർഷത്തിന് ശേഷം നിങ്ങൾ ആ ഒരു ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ ബാറ്ററി ബാക്കപ്പ് കിട്ടില്ല. ഇനി നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ അകത്തുള്ള പ്രോസസ്സർ അങ്ങനെ വലിയ ഡീഗ്രഡേഷൻ ഒന്നും വരാറില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ പ്രോസസ്സർ നിങ്ങളിപ്പോൾ മേടിച്ചിരിക്കുന്ന ഫോണിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ ആണെങ്കിൽ അത് ആ ഒരു സമയത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ പണ്ട് കമ്പ്യൂട്ടറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ച സമയത്ത് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ഇന്റൽ സെലറോണിന്റെ പ്രോസസ്സറാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ സെലറോൺ ആയിരുന്നു അന്നത്തെ ഏറ്റവും അടിപൊളി പ്രോസസ്സർ. അപ്പോൾ ആ ഒരു സെലറോൺ പ്രോസസ്സറിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ വിൻഡോസ് XP ആണ് ഇൻസ്റ്റാൾ ചെയ്തത്, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 1-2 വർഷത്തിന് ശേഷം വിൻഡോസ് XP പോയി വിൻഡോസ് 7 വന്ന സമയത്ത് നിങ്ങൾ അതിൽ കൊണ്ടുപോയി വിൻഡോസ് 7 ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് വിൻഡോസ് XP കിട്ടിയ അതേ ഒരു പെർഫോമൻസ് അവിടെ കിട്ടിയായിരുന്നു. ആൻഡ് ഈവൻ പിന്നെയും 2 കൊല്ലം കഴിഞ്ഞിട്ട് വിൻഡോസ് 8 വന്നു, വിൻഡോസ് 10 വന്നു. വിൻഡോസ് 10 ഒക്കെ സെലറോൺ പ്രോസസറിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് അറിയാലോ അതിന്റെ അവസ്ഥ എന്തായിരിക്കും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിലുള്ള പ്രോസസ്സറും. ആ സമയത്ത് നിങ്ങൾ മേടിക്കുന്ന കാലത്ത് ചിലപ്പോൾ അത് ബെസ്റ്റ് പ്രോസസർ ആയിരിക്കുമെങ്കിലും പിന്നീട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ ആ ഒരു പെർഫോമൻസ് കിട്ടില്ല. ഇനി അഥവാ പെർഫോമൻസ് കിട്ടിയാൽ തന്നെ പെർഫോമൻസ് ഡീഗ്രേഡ് ചെയ്യുന്ന വേറെ സംഭവമുണ്ട്, നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ അകത്തുള്ള സ്റ്റോറേജിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കാം. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ അകത്തുള്ള സ്റ്റോറേജിന് റൈറ്റ് ഇറേസ് സൈക്കിൾ ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു സംഭവം റൈറ്റ് ചെയ്യില്ലേ, അത് എന്തെങ്കിലും സേവ് ചെയ്യുക, അതിന് തിരിച്ചെടുക്കുക, മാച്ച് കളയുക, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ നാൻഡ് സ്റ്റോറേജുകളൊക്കെ കാലക്രമേണ ആ ഒരു സേവ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഡീഗ്രേഡ് ആവും. ഇങ്ങനെ ഡീഗ്രേഡ് ആവുന്ന സമയത്ത് ബിറ്റ് എറർ വരിക, അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റോറേജിൻ്റെ എറർ വരിക, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അത് നിങ്ങളുടെ പ്രോസസ്സറാണല്ലോ ഈ ഒരു സ്റ്റോറേജിനെ റീഡ് ചെയ്യുന്ന റൈറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പ്രോസസ്സറും അത് കുറച്ച് സ്ലോ ആയിട്ട് എടുക്കാൻ തുടങ്ങും. പ്രോസസ്സർ പൊതുവേ സ്ലോ ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ആൻഡ് ഈ ഒരു റീഡ് റൈറ്റ് എററൊക്കെ വന്ന് തുടങ്ങുന്നതും ഏകദേശം ഒരു 2-3 വർഷമൊക്കെ കഴിയുമ്പോഴാണ്. ഇനി നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ ക്യാമറയ്ക്ക് അങ്ങനെ വലിയ ഡീഗ്രഡേഷൻ ഒന്നും വരില്ല. പക്ഷേ നിങ്ങളുടെ ക്യാമറയുടെ പുറത്തുള്ള ലെൻസ് ഉണ്ടല്ലോ, ആ ഒരു ലെൻസിൽ സ്ക്രാച്ചസ് വരാം, അല്ലെങ്കിൽ ഫോഗും കാര്യങ്ങളൊക്കെ വരാം. ആൻഡ് അഗൈൻ ഈ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ISPക്ക് ഫേംവെയറും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങളുടെ ക്യാമറയുടെ പെർഫോമൻസിനെ മൊത്തത്തിൽ ബാധിക്കാം. അതുകൊണ്ട് പൊതുവേ കാലക്രമേണ നിങ്ങളുടെ സ്മാർട്ട് ഫോണിന്റെ ക്യാമറയുടെ പെർഫോമൻസ് ഡീഗ്രേഡ് ആവും. ഇതൊക്കെ കൂടാതെ ഫിസിക്കലി ഉള്ള ഡാമേജസ്. നിങ്ങളിപ്പോൾ ഫോൺ മേടിച്ച ശേഷം എത്ര പ്രാവശ്യം ഫോൺ താഴെയിട്ടിട്ടുണ്ടാവും. ഇനി വരാൻ പോകുന്ന 5 കൊല്ലത്തിൽ നിങ്ങൾ എത്ര വട്ടം താഴെ ഇട്ടേക്കാം, എത്ര വട്ടം ഫോൺ നമ്മുടെ കാറിന്റെ ഡാഷ്ബോർഡിൽ ഇട്ടിട്ട് പോകും, ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റ് ചെയ്യും, താഴെ വീഴും, അതിന്റെ ബട്ടൺസ് കേടായി പോകും, ടൈപ്പ് സി പോർട്ട് കുത്തി ഊരി അത് കേടായി പോകും. അങ്ങനെ നോർമലി ജനറലി ഉള്ള വെയർ ആൻഡ് ടയർ ഏകദേശം ഒരു 3 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫോണിൽ കാണാനായിട്ട് പറ്റും. സോ നിങ്ങളൊരു ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ പീക്ക് പെർഫോമൻസ് അല്ലെങ്കിൽ പീക്ക് ലെവലിൽ ആ ഒരു ഫോൺ ഇരിക്കുക എന്നുള്ളത് ആദ്യത്തെ 1 വർഷമായിരിക്കും. അപ്പോൾ ആ ഒരു ആദ്യത്തെ 1 വർഷം നിങ്ങൾക്കും അറിയാം നിങ്ങളുടെ ഫോൺ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വിൽക്കുന്ന ആ കമ്പനിക്കും അറിയാം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്മാർട്ട് ഫോൺ കമ്പനീസ് 1 കൊല്ലത്തിന്റെ വാറണ്ടി കൊടുക്കുന്നത്. ഈ 1 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഓൾറെഡി
ഫിസിക്കലി ഡീഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ തരുമ്പോൾ ശരിയായിരിക്കാം നിങ്ങൾക്ക് പുതിയ ഫീച്ചേഴ്സൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെങ്കിലും അത് എത്രത്തോളം നിങ്ങളുടെ സ്മാർട്ട് ഫോൺ താങ്ങും ആൻഡ് ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി എത്രത്തോളം നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആവും എന്നുള്ളത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് അറിയാലോ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നത് വഴി ഇതേമാതിരി കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് വരുമ്പോൾ ഹയർ ആയിട്ടുള്ള ഹീറ്റ് ജനറേറ്റ് ആവുന്നു. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഗ്രീൻ ലൈൻ വരിക, നിങ്ങളുടെ പെർഫോമൻസ് കുറയുക, ക്യാമറയുടെ പെർഫോമൻസ് പോവുക, ഇങ്ങനെ 100,000 പ്രശ്നങ്ങൾ നിങ്ങളുടെ ഫോണിനും വരും. അത് നിങ്ങൾ അപ്ഡേറ്റേ ചെയ്യുന്നില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആൻഡ്രോയിഡ് 10 അല്ലെങ്കിൽ ആൻഡ്രോയിഡ് 11 ഫോണാണെങ്കിൽ ഇപ്പോൾ പല ബാങ്കിങ് ആപ്ലിക്കേഷനും വർക്ക് ചെയ്യില്ല, ഗൂഗിൾ പേ പോലെയുള്ള ആപ്ലിക്കേഷൻസും വർക്ക് ചെയ്യില്ല. സോ നിങ്ങളെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി അപ്ഡേറ്റ് ചെയ്യിപ്പിക്കും ബ്രാൻഡ്സ്. ആൻഡ് ഫോഴ്സ്ഫുള്ളി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് പഴയ ഫോണുകൾ ഉള്ളതിലും കുറച്ചുകൂടെ സ്ലോ ആയിട്ട് ഓടാൻ തുടങ്ങുകയും കാലക്രമേണ നിങ്ങളും വിചാരിക്കുമോ ഈ സ്ലോ ആയിട്ടുള്ള ഫോൺ കൊണ്ടു നടക്കുന്നതിലും ഭേദം ഒരു നല്ല ഫോൺ എന്നത് മേടിച്ചേക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ മേടിക്കുകയും അങ്ങനെ സ്മാർട്ട് ഫോൺ കമ്പനിക്ക് നിങ്ങളുടെ സെയിൽസ് കൂട്ടി കൊടുക്കുകയും ചെയ്യും. സോ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കണ്ട് മാത്രം പോയി സ്മാർട്ട് ഫോൺ മേടിക്കരുത്. ഇപ്പോൾ ഒരു ഫോണിന് 6 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടോ? വെൽ ഗുഡ്, നല്ല കാര്യം, 6 കൊല്ലത്തേക്ക് അപ്ഡേറ്റ് തരുന്നുണ്ടല്ലോ. ബട്ട് 6 കൊല്ലത്തേക്ക് അപ്ഡേറ്റ് തരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒരു ഫോൺ പോയി എടുക്കുന്നത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് എ ഗുഡ് ഡിസിഷൻ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ട് ഞാൻ ഈ ഒരു സെറ്റപ്പിൽ ഷൂട്ട് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എൻ്റെ പൊന്നെ ട്രിവാൻഡ്രത്ത് എന്തൊരു ചൂടാല്ലേ, ഷോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എൻ്റെ പൊന്ന്, ഞാൻ പുറത്തിറങ്ങിയേക്കാം കാറ്റ് കൊള്ളാനായിട്ട്, എന്നിട്ടും വേർക്കുന്നുണ്ടല്ലേ. എന്തായാലും നിങ്ങൾ വ്യൂവേഴ്സ് എവിടെ നിന്നൊക്കെ കാണുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ബട്ട് ട്രിവാൻഡ്രത്ത് ഭയങ്കര ചൂടാണ്. നിങ്ങൾ ഏത് സ്ഥലത്താണെന്ന് വെച്ചാൽ അവിടെ എത്ര ടെമ്പറേച്ചർ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ. ഞാനാണോ ഏറ്റവും ചൂട് കൂടിയ സ്ഥലത്ത് പിരിക്കുന്നത് എന്നറിയാമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ ബൈ.